ഗൈസ്, അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഇപ്പം വാർത്തകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ ഒരു യുവതിയുടെ ദാരുണ അന്ത്യമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് നമുക്കും സംസാരിക്കണമെന്ന് തോന്നിപ്പോയി. അതായത് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയും ചിന്തിക്കുന്നവരുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്ന് കരുതിപ്പോയി. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അതായത് ഈ വാർത്തനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ വേറെ ഒന്നുമില്ല, നമ്മളെ തൃശ്ശൂരാണ് സംഭവം. മോസിന എന്നൊരു കുട്ടി, ഒരു യുവതി, 37 വയസ്സുണ്ട്. പുള്ളിക്കാരുടെ 7ാമത്തെ പ്രസവമാണ്. ആക്ച്വലി 7ാമത്തെ പ്രസവത്തിന് ശേഷം അതിനുശേഷം ലഭിക്കുന്ന ശുശ്രൂഷ ഒന്നും കിട്ടാത്തതിനാൽ പുള്ളിക്കാരിക്ക് ഒരു ദാരുണാന്ത്യം ഉണ്ടായി. പുള്ളിയുടെ ഹസ്ബൻഡിൻ്റെ ഒരു ഇബ്രാഹിം എന്നാണ്. പുള്ളിക്കാരി ഒരു അക്യുപഞ്ചറിസ്റ്റ് ആണ്. ഇപ്പോൾ പുള്ളിക്കാരൻ തന്നെയാണ് ഇപ്രാവശ്യം പ്രസവം കാര്യങ്ങളെല്ലാം നോക്കിയത്. അതിനുശേഷമുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നിനും പുള്ളി ചെയ്യാത്തതുകൊണ്ട് ആ കുട്ടി ഈ 7ാമത്തെ പ്രസവം മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ കുട്ടികളുടെയും 6 പ്രസവങ്ങളോളം ജനറൽ ഹോസ്പിറ്റലാണ് എടുത്തത്. പക്ഷെ അതിനുശേഷം നമുക്ക് വേണ്ടിയ കുറെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല. ഇതിനകത്ത് പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇപ്പം ഞാനിപ്പോൾ ഈ ന്യൂസ് കണ്ടു, ഇങ്ങനെ സംഭവം. ഈ ന്യൂസിൻ്റെ കമൻസ് കണ്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും എന്തോ പോലെ. കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മതത്തെ പറഞ്ഞു, അല്ലെങ്കിൽ മതവിശ്വാസത്തെ നമ്മൾ എന്തെങ്കിലും അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞാണ് കമൻറ്റ് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആരെന്തെങ്കിലും പറഞ്ഞാൽ ഓരോരുത്തർ വന്ന് പറയും. കാരണം ഇവിടെ നടക്കുന്ന കാര്യം തന്നെയാണ് ഇത്. ഇത് ഏത് നൂറ്റാണ്ടിലാണ് ഈ കാര്യമൊക്കെ? അത് ഇന്നും ഒന്നാമത് ഈ അക്യുപഞ്ചർ എന്ന് പറഞ്ഞ പരിപാടി തന്നെ ഒരു ട്രഡീഷണൽ ട്രീറ്റ്മെൻ്റ് ആണ്. അത് അത്രത്തോളം സേഫോ കാര്യങ്ങളോ ഒന്നും അല്ല. അത് പോട്ടെ, അതിൻ്റെ അപ്പുറത്തേക്ക് ഈ 30 വയസ്സ് കഴിഞ്ഞുള്ള പ്രസവം എന്ന് പറഞ്ഞാൽ തന്നെ എത്രത്തോളം കോംപ്ലിക്കേഷൻ ആണ് ഇന്നത്തെ കാലത്ത്. അത് എന്നിട്ട് ഇയാളെ ഇപ്പോൾ കേസെടുത്താക്കുന്ന പറഞ്ഞാൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് ഇയാളെ സത്യം പറഞ്ഞാൽ മനഃപൂർവ്വം നരഹത്യക്കല്ല, ഇയാളെയൊക്കെ പിടിച്ച് തൂക്കിക്കൊള്ളു. ഇവരിപ്പോഴും ഞാൻ പറയട്ടെ, ഒരു മതത്തെ തന്നെ ആക്ഷേപിച്ച് പറയും. എന്നാലും പലയിടത്തും ഒരു സ്ത്രീ എന്ന് പറഞ്ഞൊരു ടൂൾ എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ കുറെ പിള്ളേരെ ഉണ്ടാക്കാൻ, അതിനെ വളർത്താനും കുറെ അടുക്കളയിൽ കിടന്ന് പണിക്കാനുള്ള ടൂൾ മാത്രമായിട്ടാണ് എത്രത്തോളം ന്യൂ ജനറേഷൻ ആയെന്ന് പറഞ്ഞാലും അത് ഈ ഒരു മതത്തിലല്ല. ഇതിപ്പോ ഒരു ഇസ്ലാമിക് മതത്തിലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. ഇത് ഇസ്ലാമിക് മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാ മതത്തിലും പ്രശ്നമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ മതം വിശ്വസിച്ചോ ഓക്കെ, ഞാൻ ഒന്നും കുറ്റം പറയുന്നത്. പക്ഷേ മതത്തിനേക്കാൾ മുകളിലുള്ള സാധനമുണ്ട്, ഈ മനുഷ്യത്വം കഴിഞ്ഞാണ് മതത്തിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക. അല്ലാതെ ഈ മതത്തിലുള്ള കാര്യങ്ങളൊക്കെ രചിച്ച് വെച്ചാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, അത് അന്നത്തെ ഇപ്പം അത് ഫോളോ ചെയ്യുന്നവർ ഫോളോ ചെയ്യട്ടെ. ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഫോളോ ചെയ്യുന്നവർ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് എത്രയോ കാലഘട്ടങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട കുറേ കാര്യങ്ങളാണ്. അത് അന്നത്തെ സാഹചര്യത്തിലെ അന്നത്തെ പ്രശ്നങ്ങളെ ആസ്പദമാക്കി ചെയ്ത കാര്യങ്ങളാണ്. എന്നിട്ടും ഇന്നത്തെ ഈ നൂറ്റാണ്ടിലും ഈ 2025 അത് ഫോളോ ചെയ്ത് നിങ്ങൾ ഈ മതം എന്ന് പറഞ്ഞാൽ മതത്തിനെ മാത്രം കെട്ടിപ്പിടിച്ചോണ്ട് നമുക്ക് എന്ത് കാണിക്കാനാ? നിങ്ങൾ കോമൺ സെൻസ് യൂസ് ചെയ്യുക. അല്ലാതെ ചിലരൊക്കെ പറയുന്നു, ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നില്ല, ഇതല്ലാതെ ഇപ്പോൾ ഇസ്ലാമിക്കിലാണെങ്കിൽ പോലും എനിക്ക് ഇഷ്ടംപോലെ നല്ല വെൽ മെച്യൂർഡായ ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് ഇതിൻ്റെയൊക്കെ അപ്പുറം നല്ല രീതിയിൽ ജീവിച്ചു വന്ന ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ ഓർത്തഡോക്സ് ആയിട്ട്, അത് ഏത് മതം, ഇസ്ലാം മാത്രമല്ല, ക്രിസ്ത്യൻ, ഹിന്ദു, എല്ലാത്തിലും ഓവർ ഓർത്തഡോക്സ് ആയി ജീവിക്കുന്നവരൊന്നും മനസ്സിലാക്കി ഇതൊക്കെ എടുത്തെറിയേണ്ട കാലം കഴിഞ്ഞു. പണ്ട് ആരോ ഉണ്ടാക്കിയൊരു ഇതിന്റെ പേര് അത് ഇന്നും പാലിച്ചുകൊണ്ട് വരും. പണ്ടൊന്നും തുണിയില്ലാതെ ആൾക്കാർ നടന്നുകൊണ്ടിരുന്നത് എന്ന് പറയുന്ന ആൾക്കാരെല്ലാം തുണിയില്ലാതെ റോട്ടിലൂടെ നടക്കുന്നത്. നല്ല കറണ്ട കാലഘട്ടം മാറി, സാഹചര്യങ്ങൾ മാറി, എല്ലാം മാറി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഓരോ സംഭവം അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചാൽ ആ കാലഘട്ടത്തെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളെ വെച്ചായിരിക്കും. അത് കാലഘട്ടം മാറുന്തോറും കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. പണ്ട് ലാൻഡ് ഫോൺ യൂസ് ചെയ്യുന്നു പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് സ്മാർട്ട് ഫോൺ ഉള്ളപ്പോൾ അതിലും പോയി ലാൻഡ് ഫോൺ യൂസ് ചെയ്യും. എല്ലാവരും സ്മാർട്ട് ഫോണിലേ കുറച്ചൊക്കെ നമ്മൾ കാലത്ത് അപ്ഡേറ്റ് ആണ്. അല്ലാതെ ഇവിടുത്തെ ചിലവർ പറയുന്ന കാര്യമാണ്, അതായത് ഇതല്ല യഥാർത്ഥ ജീവിതം, മരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ജീവിതം എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ആൾക്കാർ ഇന്നും ഉണ്ട്. അവന്മാരൊക്കെ തലക്കെട്ട് അടിക്കാനുണ്ട്. കാരണം അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ കറന്റ് നിങ്ങൾ ഇവിടെയാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ ജീവിക്കുന്ന കാര്യങ്ങളെ ആസ്പദമാക്കി അതിനോട് നല്ല ലൈഫ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോകും. അല്ലാതെ ഇവിടെ ജീവിക്കുന്നതൊന്നും അല്ല, മറ്റേ മറിച്ചാണ്. ഈ ഇടയ്ക്ക് ഒരു ഒന്നിനെ ഞാൻ കാണിച്ചില്ല. അതായത് ഒരു ചർച്ചിൽ, അതായത് ഒരു നിസ്കരിച്ചുകൊണ്ടിരിക്കും ആൾക്കാർ. ആ സമയത്ത് ഒരു കുഞ്ഞു കൊച്ചിൻ്റെ തലയിലേക്ക് അവിടുന്ന് സ്ക്രീൻ തലയിലേക്ക് വന്ന് വീഴുന്നു. ഇതെല്ലാവരും അവിടെ ഇരിക്കുന്ന കാണുന്നു. അവർ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കാരണം മുസ്ലിം അവരുടെ മതത്തിനനുസരിച്ച് നിസ്കാരത്തിനൊക്കെ എന്തൊരു തടസ്സം വന്നാലും എഴുതി പോകുന്നുണ്ട്. ഓക്കെ, നല്ല കാര്യം സംഭവിച്ചു, നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, എല്ലാം ശരിയാണ്. പക്ഷെ ഒരാളിവിടെ മരണപ്പെടാൻ കിടക്കുമ്പോഴല്ല ഈ പരിപാടി കാണിക്കുന്നത്. മനുഷ്യത്വം കാണിക്കും. ഒരാളെ കൊന്നിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യമില്ല. അങ്ങനത്തെ ഒരു ദൈവത്തിനെയാണ് നിങ്ങളെ ആരാധിക്കുന്നെങ്കിൽ അത് ആരാണേലും അത് എന്തൊരു ദൈവമാണ്? മനുഷ്യജീവന് പുല്ല് വില കൽപ്പിച്ചിട്ട് എന്നെ പ്രാർത്ഥിക്കുന്നു പറയുന്നത് എന്താ? ഒരു സ്വാർത്ഥനായ ദൈവം. അങ്ങനത്തെ ദൈവം ഉണ്ടായിട്ട് എന്ത് തന്നെയാണ്? ഞാനതാ ചോദിക്കുന്നത്. മനുഷ്യത്വം കാണിക്കുക. ആദ്യം സ്വന്തം അടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യരോട് സ്നേഹം കാണിക്കുക, എന്നിട്ട് ദൈവത്തിനെ പ്രാർത്ഥിക്കുക. അല്ലാതെ 5 പൈസ ഒരു മനുഷ്യനെ കൊടുക്കുക, ദൈവത്തിനോട് 10,000 രൂപ കൊണ്ട് കാണിക്കവഞ്ചി കൊണ്ടിട്ടിട്ടൊന്നും യാതൊരു കാര്യമില്ല. അതിപ്പോൾ പോയി ലോകത്തുള്ള തെറ്റ് മൊത്തം നമ്മൾ ചെയ്തിട്ട് നേരെ തേങ്ങ ഉടച്ചത് പറഞ്ഞാലും, അല്ലെങ്കിൽ പള്ളിയിൽ പോയി നമ്മൾ ഇത് എന്തായാലും ഞാൻ പറഞ്ഞു, ഈ പള്ളിയിൽ പോയി നമ്മൾ തെറ്റുകൾ ഏറ്റു പറഞ്ഞെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മക്കയെ കൊണ്ട കല്ലെറിഞ്ഞെന്ന് പറഞ്ഞാൽ മുമ്പസാരം ഇതൊന്നും നടത്തിയിട്ട് ഒരു കാര്യമില്ല.
ആദ്യം സ്വയം നല്ല പ്രവൃത്തികൾ ചെയ്യും, എന്നിട്ട് അല്ലെ മതം എന്ന് പറഞ്ഞ സാധനം ആവശ്യത്തിന് വേണം, അല്ലാതെ വിഷമായി തന്നെ ഇഞ്ചക്ട് ചെയ്ത് കയറ്റി വെക്കല്ലേ. ഇത്രയും കാലമായി ഇപ്പം കണ്ടോണ്ടുള്ളത്. ഇപ്പം ഈ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇങ്ങനെയൊക്കെ അവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദൈവം രക്ഷിച്ചോളും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കമന്റ്സ് കാണുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓരോ പ്രസവം എന്താണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഈ ന്യൂസിന്റെ അടിയിലത്തേക്ക് കമന്റ് വരുന്നുണ്ട്. ആ കമന്റ് എന്തായാലും ഞാൻ കൊടുക്കാം. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഞാൻ കുറച്ച് കമന്റ്സ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുക. ശരിക്കും നമുക്ക് ഇതിനെ കുറിച്ച് മതത്തെ കുറിച്ച് പറയണമെന്ന് നമുക്ക് ഒരു ആൾക്കാരല്ല നമ്മള്. പക്ഷെ ശരിക്കും കമന്റ്സ് കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര വിഷമം തോന്നിപ്പോയി. ചില പോസിറ്റീവ് ആയിട്ടുള്ളതുണ്ട്, എന്നാലും ചിലതൊക്കെ കമന്റ് കൊണ്ട് നമുക്ക് ഇതിനെ കുറിച്ച് ഇപ്പൊ പറയുകയാണ്, നമ്മൾ മതത്തെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ആ ഒരു യുവതി പുഴുവരിച്ച രീതിയിലാണ് അവരെ അവിടുന്ന് പ്രൈവറ്റ് പാർട്ടിലൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ എന്തൊരു അവസ്ഥ. ഒരു പ്രസവ വേദന എന്ന് പറയുമ്പോ തന്നെ അത് എത്രത്തോളം ആണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പൊ ഞങ്ങൾ എന്തായാലും ആ കമന്റ് വേറെ കമന്റ്, പിന്നെ ഇതിനകത്ത് മതത്തിനെ ആക്ഷേപിക്കാൻ വേണ്ടി തന്നെ ചിലവർ കമന്റ് അടിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനത്തെ ഒരു കാര്യം വീണ് കിട്ടാൻ വേണ്ടി അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് കുറെ ഞാൻ പറഞ്ഞു. ഒരാൾ പറഞ്ഞപ്പോ എത്ര കിട്ടിയാലും പഠിക്കാത്ത കുറെ ഇനങ്ങൾ, കഷ്ടം തന്നെ, മനുഷ്യനെ ഇത്രയ്ക്ക് അധപ്പതിച്ചല്ലോ, ഇത്രയും വിവരമില്ലാത്ത കാക്കാമാർ. കുറേയൊക്കെ ചിലവര് ഇതിനെ മതപരമായിട്ട് എടുത്ത് ആക്ഷേപിക്കാൻ നോക്കുന്നുണ്ട്. അത് ശരിയാണ്, കോയാസ് കൊന്നു കളഞ്ഞു അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനൊരു പ്രശ്നം നടക്കുമ്പം മതത്തിനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കല്ലേ, ഈ സ്വയമായിട്ട് റിയലൈസ് ചെയ്യുക. ആ ഒരു ഹസ്ബൻഡിന്റെ ഒരു മെന്റാലിറ്റിയാണ് ഞാൻ ചിന്തിക്കുന്നത്. പിന്നെ എന്ത് സ്നേഹമാണല്ലേ. അതല്ല, പിന്നെ ഒരാൾ വന്ന് ചോദിച്ചു, ഒരു കമന്റ് ചെയ്യാൻ കണ്ടു. അതായത് ഇതുവരെയായിട്ട് ആ പെണ്ണ് എന്തെടുത്തോണ്ടിരിക്കുന്നത്, ആ പെണ്ണിന്റെ ബന്ധുക്കൾക്കോ ഇതിന് ഇച്ചിരി മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഇത് ഉണ്ടാകുന്നതിന് മുമ്പ് 2-3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഒന്നും പറയത്തില്ല, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു, അല്ലെങ്കിൽ പോയി അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകത്തില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു. ഇന്നും ഞാൻ പറഞ്ഞ പോലെ പലയിടത്തും സ്ത്രീകൾ അടിമപ്പെട്ട് ഈ പറയുന്നതും കേട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇൻഡിപെൻഡന്റ് അല്ല. ഇവിടെ ഭർത്താവിനെ വിട്ടുപോയാൽ എന്ത് ചെയ്യും? ഞാൻ എവിടേക്ക് പോകും? വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ജോലിക്ക് വിടത്തില്ല, പുറത്തേക്ക് വിടത്തില്ല, കുറേയൊക്കെ പറയണം. പക്ഷെ നമ്മൾ പറയും നമ്മൾ പിന്നെ ഒരു മതത്തെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നു. ഒരു മതത്തെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നത് എന്നല്ല. ഞാൻ ചോദിച്ചോട്ടെ, ഓലെ വീട്ടിനകത്ത് തന്നെ തളച്ചിട്ടാണ്. മതം മാത്രമല്ല, ചില ആണുങ്ങളും അങ്ങനെയാണ്. മതത്തിൽ മാത്രമല്ല ഞാൻ പറയാം, ഞാൻ എൻ്റെ എല്ലാവരും പറയാം. അതായത് എനിക്കറിയാവുന്ന ഞാൻ പേര് പറയുന്നില്ല, പുള്ളിയോട് സംസാരിച്ച പുള്ളി പറഞ്ഞു, അതിനെന്തിനാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പെണ്ണുങ്ങളൊക്കെ അടുക്കളയിൽ നിന്നാണ്, എല്ലാ പെണ്ണുങ്ങളൊക്കെ കുക്ക് ചെയ്ത് അവിടെ ജീവിച്ചാൽ മതി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മളിവിടെ ചെലവിന് കൊടുക്കുന്നുണ്ടല്ലോ, അല്ല ഇവളുമാർക്കൊക്കെ എല്ലായിടത്തും പോയി ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഭയങ്കര നമ്മളോട് റേസ് ചെയ്ത് നമ്മളോട് സംസാരിക്കാം. ഞാൻ ചോദിച്ചപ്പോൾ, കാരണം പുള്ളിക്കാരി ഡിഗ്രി PG വരെ എങ്ങാണ്ട് പഠിച്ചൊരു കുട്ടിയായിരുന്നു. അപ്പോൾ എനിക്കറിയാം, രണ്ടുപേരും അറിയാം. അപ്പോൾ ഞാൻ ചേട്ടാ നീ എന്താണ് ജോലിക്ക് വിടാത്തത്? ജോലിക്ക് വിട്ട് കഴിഞ്ഞാൽ എന്താ കുഴപ്പമില്ല, ഇപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ അടിപൊളിയായിട്ട് പോകത്തില്ല, കാരണം ഒരാളും കൂടെ ജോലിക്ക് പോകണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല, എന്തിനാ അവിടെ ജോലിക്ക് വിടും? ഞാൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, ഞാൻ സമ്പാദിക്കണുണ്ടല്ലോ, അവിടെയൊക്കെ ജോലി കിട്ടും കഴിഞ്ഞാൽ അവൾക്ക് അഹങ്കാരമായി പോകും, അവൾക്ക് മറ്റേ എന്തൊരു ചിന്താഗതിയാണ് ഇതൊക്കെ. ഞാൻ പറഞ്ഞത് ഇവന്മാരെ ഓർക്കുന്നില്ല, പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി ഫുഡ് ഉണ്ടാക്കാനും പിള്ളേരെ ഉണ്ടാക്കാനും ഇവരെ നോക്കാനും മാത്രം. മെഷീനാണോ? വേറൊരു ഈ ഇടയ്ക്കൊരു ഉസ്താദ് എങ്ങാണ്ട് ഒരു പബ്ലിക് മീറ്റ് ഇരുന്ന് പറയുന്നത് കേട്ടോ. അതായത് പെർഫ്യൂം അടിക്കുന്ന സ്ത്രീകളൊക്കെ വേശ്യകളാണ്, അവൻ്റെ ചെകിളൊക്കെ അടിക്കണ്ടേ, അവനൊക്കെ ഈ പറയുന്ന ഇവൻ അത്ര അടിച്ചിട്ടായിരിക്കും ഡയലോഗ് അടിക്കുന്നത്. എന്നിട്ട് ഇവനൊക്കെ അതൊക്കെ എന്ത് വിശ്വാസം, ഇതൊക്കെ എന്ത് വിശ്വാസമാണ്? ഇതൊക്കെ ഈ വിശ്വാസം എടുത്ത് ദൂരെ കളയണം. ഒരാൾക്ക് ഖുർആൻ എടുത്തു നോക്കിയാല് നല്ല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. നല്ല ഇല്ലെന്നല്ല പറഞ്ഞത്, എല്ലാ മതം ഖുർആനാണെങ്കിലും ബൈബിൾ ആണെങ്കിലും മഹാഭാരതമാണെങ്കിലും നല്ല കാര്യങ്ങളും ഉണ്ട്. ഇത് മൂന്നും വായിച്ചവർക്ക് നല്ല രീതിയിൽ ആലോചിക്കണം. മൂന്ന് ഇതും പറയുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയാണ്, വ്യത്യസ്ത രീതിയിൽ പറയുന്നു, അവതരിപ്പിക്കുന്നു എന്നുള്ളൂ. നിങ്ങൾ എപ്പോഴും നല്ല കാര്യങ്ങൾ നോക്കാൻ പറ്റും. വല്ലവരും എഴുതി അല്ലെങ്കിൽ പണ്ടെങ്ങാണ്ട് എഴുതി വെച്ച കാര്യങ്ങളിനകത്ത് എല്ലാം എഴുതി ഇപ്പോഴും അതും പ്രാവർത്തികമാക്കി നടക്കുന്നോണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. കാരണം അത് അന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടാക്കി വെച്ച കാര്യങ്ങൾ, അത് മനസ്സിലാക്കുക. കാലങ്ങൾ ഇങ്ങനെ പൊക്കോട്ടിക്കും. ഓരോ കാലത്ത് ചിലപ്പം പണ്ട് നമ്മൾ ഇപ്പം ഭരണഘടനയെ പോലും കൊണ്ടുവന്ന പല നിയമങ്ങളും പിന്നീട് കുറേ കഴിയുമ്പോഴത്തേക്കും പൊളിച്ചെഴുതേണ്ട വരും. കാരണം മനസ്സിലാവും അത് ശരിയല്ല, അന്നത്തെ തോന്നലി അത് എഴുതി, ഓക്കെ, ഇന്നത്തെ സാഹചര്യങ്ങളുമായിട്ട് അത് ആക്ട് അല്ലെങ്കിൽ അത് തിരുത്തി എഴുതേണ്ട വരും. ഇതെല്ലാം മാറേണ്ട കാര്യങ്ങളാണ്. അപ്പം അതൊക്കെ അംഗീകരിച്ചല്ലാതെ പണ്ടിങ്ങനെ എഴുതി വെച്ചത് ഇത് ഫോളോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മതത്തിന് ഒരു ലിമിറ്റ് വെച്ച് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ആരാധന, ഇതൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ആഫ്റ്റർ ഓൾ നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യന്മാരെ, ആ മനുഷ്യന്മാരെ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ദൈവത്തിനെ മാത്രം കൺസിഡർ ചെയ്യുക, മനുഷ്യന്മാരെ കൺസിഡർ ചെയ്യുക. നിങ്ങളൊരു മന്ദബുദ്ധികളായി പോയല്ലോ ചുമ്മാലോ. ഇത് കാണുന്നതാണ് നമ്മൾ. 2026 ഇതിപ്പം ഞാൻ പലപ്പോഴും പറയും, മെസ്സപ്പൊട്ടാമിയെന്ന് ബസ് കിട്ടാത്ത കുറെ പൊട്ടന്മാരുണ്ട്, കുറേമാർ എല്ലാ മതത്തിലും.
കുറേയൊക്കെ മനസ്സിലാക്കുക, കുറേയൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് തിരുത്താൻ ശ്രമിക്കണം. അല്ലാതെ ഇന്നും ഇങ്ങനെ പൊക്കോണ്ടിരുന്ന് കഴിഞ്ഞാൽ ജീവിതം തൊലഞ്ഞു പോകത്തേ ഉള്ളൂ. അല്ല ഇത് കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ അങ്ങ് അപ്പുറത്തേക്ക് പോകുന്ന അല്ല ലൈഫ്. ഇപ്പൊ എന്താണോ അത് ചെയ്യും. അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ അത് ആ സമയത്ത് ഉണ്ടാകുമ്പോൾ ഇതാകും. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കണ്ടേ, ചിലരൊക്കെ പറയും ദൈവം ഇതിനൊക്കെ ശിക്ഷ കൊടുക്കും, മരിച്ച് അവിടെ ചെല്ലുമ്പോൾ ശിക്ഷ കൊടുക്കും, അല്ലെങ്കിൽ മരിച്ച് നമ്മൾ ആവിയായിട്ട് ചെല്ലുമ്പോൾ ആ സമയത്തായിരിക്കും ദൈവം ഇതിനുള്ള ഇവിടെ ചെയ്ത് കൂട്ടിയതിനൊക്കെ ശിക്ഷ കൊടുക്കാൻ പോകുന്നതെന്നൊക്കെ വിശ്വസിക്കുന്നത് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ദൈവത്തിനോട് പോയി പണി നോക്കാൻ പറയും. കാരണം ഇവിടെ ചെയ്തതിന് ഇവിടെ ശിക്ഷ കൊടുക്കണം, അല്ല വേറെ അടുത്ത് നിന്നിട്ടല്ല ശിക്ഷ കൊടുക്കണേ. അങ്ങനെ ഇവിടെ ശിക്ഷ കൊടുത്ത് കാണിക്കും. അപ്പോൾ നമുക്ക് ഈ അങ്ങനെയുള്ള ദൈവത്തിനാണ് വിശ്വസിക്കാം. ഇതല്ലാതെ ഇവിടെ ചെയ്ത കുറ്റത്തിനൊക്കെ ഇവിടെ ചത്ത് മരവിച്ച് ആത്മാവായിട്ട് എന്ന് കഴിയുമ്പോൾ ദൈവം അവിടെ ശിക്ഷ വിധിക്കും. എന്നാതെയൊക്കെ ഇവിടെ ചെയ്താൽ ഇവിടെ അനുഭവിക്കണം, അല്ല അവിടെയല്ല അനുഭവിക്കണ്ടേ. ആ തോട്ടൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് പിന്നെ മരിച്ചതിന് ശേഷം കുറെ പൂജയും കർമ്മവും അതും ഒന്നുമല്ല അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ ജനറൽ വ്യത്യാസമാണ് സമ്മതിക്കുക. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കാണ് ആധിപത്യം കൂടുതൽ, നിനക്കാണ് ആധിപത്യം കുറവ്, ആ ചിന്ത എടുത്ത് പള്ളേക്കണം. അത് കാലം മാറി സുഹൃത്തുക്കളെ. ഏത് കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത്? കുറെയൊക്കെ ആൾക്കാർ മാറിയിട്ടുണ്ട് അല്ലെ? കുറെയൊക്കെ ആൾക്കാർ മാറിയിട്ടുണ്ട്, ശരിയാണ്. മാറി ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, നമ്മളെ നല്ല അപ്ഡേറ്റഡ് ആയ ആൾക്കാരുണ്ട് എല്ലാ മതത്തിലും. പക്ഷേ ആക്ച്വലി ഇടുക്കിന്നാണ്. അതെ, അപ്പൊ അത്രയ്ക്കും അല്ലെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അതെ, അവിടെ ഇഷ്ടംപോലെ അപ്ഡേറ്റ് ആയിട്ടുള്ളവരും ഉണ്ട്. അതിനേക്കാളും രൂക്ഷമായി ഇന്നും അന്ധവിശ്വാസത്തിന്റെ ഒരു പൊട്ടക്കണ്ടി കിടക്കുന്ന ആൾക്കാർ ഇന്നും ഉണ്ട്. സോ നിങ്ങൾ മാറിയാൽ നിങ്ങളുടെ കുടുംബത്തിന് കൊള്ളാം, നിങ്ങളുടെ നാടിന് കൊള്ളാം, നിങ്ങളുടെ സൊസൈറ്റിക്ക് കൊള്ളാം. സോ ഇങ്ങനൊരു സംഭവം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പറയണമെന്ന് തോന്നി. ഇത് കൊള്ളുന്നവർക്ക് കൊണ്ടോട്ടെ. ഞാൻ ഒന്നും പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ പറഞ്ഞോ. ഞാൻ ഉള്ള കാര്യം ഞങ്ങൾ പറയാം, എനിക്ക് തോന്നിയുള്ള കാര്യം ഞാൻ പറയും. ഇത് മതന്ന് പിടിച്ച ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് കൊണ്ട് വരിക. മനുഷ്യത്വം എന്ന പേരിലാണ് ഫസ്റ്റ് ഓഫ് ഓൾ മനുഷ്യത്വം, അത് കഴിഞ്ഞിട്ട് ആവശ്യമുള്ള മതം. സോ കുരു പൊട്ടുന്നവർക്ക് പൊട്ടട്ടെ, പൊട്ടാത്തവർ വിവരമുള്ളവർക്ക് പൊട്ടാതിരിക്കൂ. ബാക്കിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സ് ചെയ്തു. അതെ, ഞങ്ങൾ ആരെയും സപ്പോർട്ട് ചെയ്യാൻ, ആരെയും എതിർക്കാനോ അല്ലെങ്കിൽ ആരെയും വിമർശിക്കാനോ വന്നല്ല. ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞ പേഴ്സണൽ ലൈഫിൽ നിന്നുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. സോ അപ്പം ഇതുപോലുള്ള മറ്റൊരു വീഡിയോയിൽ ഞങ്ങൾ അടുത്ത് വരുന്നവരേക്കും ഇറ്റ്സ് മീ അഭിജിത്ത്, ദിസ് ഈസ് ചഞ്ചൽ. വി ആർ സൈനിങ് ഓഫ്. ബൈ.